ഹായ് ഫ്രണ്ട്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, മുൻപ് നമ്മൾ നമ്മുടെ ഫോൺ മെമ്മറിയിലാണ് നമ്മുടെ ഫോട്ടോസ് അതിൻ്റെ വീഡിയോസ് സേവ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസിലാണ് നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് സേവ് ചെയ്യുന്നത്. സോ ഇത് കാരണം നമ്മുടെ ഫോണിലെ ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ളാകാൻ സാധ്യത കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിൾ സ്റ്റോറേജ് സ്പേസ് എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ സ്റ്റോറേജിൽ കൂടുതലും നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൻ്റെ സ്പേസാണ് ഒരുപാടാകുന്നത്. സോ ഈ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൻ്റെ സ്പേസ് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം photos.google.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നെക്സ്റ്റ് ഈ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. ഈ പേജിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ നമ്മുടെ സ്റ്റോറേജിൻ്റെ അളവ് അറിയാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഈ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒറിജിനൽ ക്വാളിറ്റി, സ്റ്റോറേജ് സേവർ എന്ന 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. മാക്സിമം എല്ലാവരും ഒറിജിനൽ ക്വാളിറ്റി അതായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഗൂഗിൾ സ്റ്റോറേജിലെ സ്പേസ് സേവ് ചെയ്യുന്നതിനായി നമ്മൾ സ്റ്റോറേജ് സേവർ സെലക്ട് ചെയ്യാം. സ്റ്റോറേജ് സേവർ സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയൊരു ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഈ കാണുന്ന മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ റിക്കവർ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനടുത്തായി ലേൺ മോർ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് താഴെ കാണുന്ന കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കുറച്ച് മണിക്കൂറുകളെടുത്ത് നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കംപ്രസ്സായി ഗൂഗിൾ സ്റ്റോറേജിൽ നമുക്ക് കുറച്ച് സ്പേസ് അവിടെ കിട്ടും. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗൂഗിൾ സ്റ്റോറേജിലെ സ്പേസ് എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്